ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ നെക്സ്റ്റ് 15 ഡേയ്സ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ഓക്കെ, നിങ്ങളുടെ അടുത്ത 15 ഡേയ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ പുതിയ തീരുമാനമെടുക്കൽ, പുതിയ കാര്യങ്ങളിൽ തീരുമാനമെടുക്കൽ, പുതിയ ഒരു സന്തോഷം, സമാധാനം, ഒരു സൗഹൃദ സംഭാഷണങ്ങൾ, പുതിയ ഒരു എന്താ പറയുക, അത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അതല്ലാന്നുണ്ടെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, നിങ്ങളെ സഹായിക്കാൻ വരുന്ന ഏതെങ്കിലും വ്യക്തികളായിക്കോട്ടെ, ആ ഒരു എനർജി പുതിയ ഒരു എനർജി ആയിരിക്കും. നിങ്ങൾ തന്നെ ചിന്തിക്കും, ഈ വ്യക്തിനെ ഞാൻ കുറച്ച് മുന്നേ ഒന്ന് പരിചയപ്പെടേണ്ടതായിരുന്നു, അപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് മുന്നേ ഒന്ന് പരിഹരിക്കപ്പെടുമായിരുന്നു എന്നൊക്കെ ചിന്തിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മുന്നേ സന്തോഷം കൂടുതൽ കിട്ടിയേനെ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു തരം എനർജി. അത് നിങ്ങൾക്ക് ഒരു എന്താ പറയുക, നമ്മൾക്കൊരു സുഗന്ധം, ഒരു പോസിറ്റീവ് വൈബ്രേഷൻ കാര്യങ്ങൾ നിങ്ങൾക്ക് ആ വ്യക്തിയുടെ അടുത്ത് നിന്ന് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ലവർ റിലേഷൻ തന്നെ ആണോന്നില്ല. ഇവിടെ രണ്ടും കാണിക്കുന്നുണ്ട്. ലവർ റിലേഷനും കാണിക്കുന്നുണ്ട്, ഫ്രണ്ട്ഷിപ്പും കാണിക്കുന്നുണ്ട്, സൗഹൃദമായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ അതൊരു പുതിയതായിട്ടുള്ള കാര്യങ്ങൾ ആണ്, അത് നിങ്ങൾക്ക് നല്ല കാര്യമാണ്. പിന്നെ ഇവിടെ കാണിക്കുന്ന പരിപാടി എന്ന് പറയുന്നത് എന്തെങ്കിലും രീതിയിലുള്ള വസ്ത്രങ്ങളോ ഏതെങ്കിലും രീതിയിലുള്ള ബ്യൂട്ടി പ്രൊഡക്ട്സ് കാര്യങ്ങൾ നിങ്ങളൊന്നല്ലെങ്കിൽ വാങ്ങിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തോട്ട് അതെങ്ങനെയെങ്കിലുമൊക്കെ എത്തിച്ചേരും. കാരണം അത് എത്തിച്ചേരുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ഒരു ഭംഗിയേക്കാൾ ഒരു പടി മുന്നിൽ കുറച്ചും കൂടി ഒരു ആകർഷണമുള്ളതായിട്ട് ഫീൽ ചെയ്യുക മറ്റുള്ളവർക്ക്. ഇയാൾക്ക് ഇത്തിരി കൂടി, അല്ലെങ്കിൽ ഇവർക്ക് ഇത്തിരി കൂടി ഒരു ഭംഗി വെച്ചിട്ടുണ്ടല്ലോ, ഒരു ഐശ്വര്യം ഇത്തിരി കൂടി വന്നിട്ടുണ്ടല്ലോ. മറ്റുള്ളവർ നിങ്ങളൊന്ന് നോക്കി പിന്നെയും കൂടി ഒന്ന് നോക്കുന്ന ഒരു പരിപാടി എൻ്റെ മച്ചമ്പിമാർക്ക് ഉണ്ടാവുമെന്ന് ഞാൻ ഇതിലൂടെ പറയുന്നു. ഓക്കെ, കാരണം നിങ്ങൾ അതിൽ എന്താ പറയുക, കുറച്ചും കൂടി ഒരു പോകുന്നിടത്തെല്ലാം ഒരു നിങ്ങളുടേതായിട്ടുള്ള ഒരു കയ്യൊപ്പ് വെക്കുക, അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഇങ്ങനെയൊന്നും അല്ലല്ലോ, ഇത്തിരി കൂടി ഇതൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, ഇത്തിരി കൂടി ഭംഗി, ഇത്തിരി കൂടി ഐശ്വര്യം, ഇത്തിരി കൂടി പോസിറ്റീവായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, അങ്ങനെയൊക്കെ ഉള്ളൊരു ഇത് മറ്റുള്ളവരുടെ ഉള്ളിലാണെങ്കിൽ നിങ്ങളെക്കുറിച്ച് തോന്നുന്ന രീതിയിലുള്ള പരിപാടികൾ ഇവിടെ കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്, വിഷമിച്ചിട്ടുണ്ട്. അങ്ങനെ നിങ്ങളെ വേദനിപ്പിച്ച ഇടങ്ങളിൽ നിന്നും, നിങ്ങളെ വിഷമിപ്പിച്ച ആളുകളുടെ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ പതിയെ പതിയെ മറക്കാൻ ശ്രമിക്കുന്നു. അത് പതിയെ പതിയെ ഒരു വിട പറയൽ, അല്ലെങ്കിൽ അത് മറക്കാനുള്ള ഒരു കാര്യങ്ങൾ ഇതിൽ കൂടി കാണുന്നുണ്ട്. നിങ്ങൾക്കറിയാം ആ സിറ്റുവേഷൻസ്, ആ വ്യക്തികൾ, അല്ലെങ്കിൽ ആ കാര്യങ്ങൾ നിങ്ങളെ ഒരുപാട് വട്ടം കറക്കുന്ന പോലെ കറക്കിയിട്ടുണ്ടാവും, വേദനിപ്പിച്ചിട്ടുണ്ടാവും. എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ പതിയെ പതിയെ അതിൽ നിന്ന് മാറി പുതിയൊരു ലോകത്തിലോട്ട്, പുതിയൊരു കാര്യങ്ങളിലോട്ട് വരുന്ന ഒരു പ്രതീതി. പിന്നെ ഇവിടെ ഉള്ളത് മെയിൻ ഒന്നല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള പാർട്ട്ണറിനോടോ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ വീട്ടിലായിക്കോട്ടെ, കുടുംബത്തിലായിക്കോട്ടെ, ജോലി സ്ഥലങ്ങളിലാണെന്നുണ്ടെങ്കിലും വഴക്ക് ഒന്ന് ശ്രദ്ധിക്കുക.
ചെറിയ കുഞ്ഞു ഈ പിച്ചി മാന്തി തോണ്ടി എന്നൊക്കെ പറയുന്ന ചെറിയ ചെറിയ കുഞ്ഞു വഴക്കുകളായിരിക്കാം. അത് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കാര്യം നിസ്സാരം പ്രശ്നം ഗുരുതരം എന്ന് പറയുന്നത് പോലെ അത് വലിയ വലിയ കാര്യങ്ങളിലോട്ടെത്തും. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. കാരണം ഇതിൽ ഒരാവശ്യമില്ലാത്ത ആളുകളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ എവിടെയോ ഇരിക്കുന്ന ആളുകളുടെയോ എന്തൊക്കെയോ പരിപാടികളൊക്കെ പറഞ്ഞിട്ട് അത് ഒരു ഇത്തിരി വലിയ വലിയ കാര്യങ്ങളിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതൊന്ന് ഒഴിഞ്ഞു മാറുക. അത് കുടുംബത്തിലെ കുടുംബാംഗങ്ങൾ തമ്മിലായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ജോലി സ്ഥലത്തായിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് കാര്യങ്ങളിലായിരിക്കാം. അതൊന്ന് നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്യുക. കാരണം ഇവിടെ അങ്ങനെ കാണിക്കുന്നുണ്ട്. നല്ല രീതിയിൽ നിങ്ങളെ പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള പരിപാടികൾ നിങ്ങളുടെ മുന്നിൽ നടക്കുമ്പോൾ മനുഷ്യനാണ്, നമുക്ക് ദേഷ്യം വരും. പക്ഷെ ആ ഒരു കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള കാര്യം ഇവിടെ കാണിക്കുന്നുണ്ട്. ധനം, ഇപ്പോ പൈസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോ ഇത്തിരി കുറഞ്ഞിരിക്കുന്നവരോ അല്ലാന്നുണ്ടെങ്കിൽ ഇല്ലാതിരിക്കുന്നവരുടെ അടുത്തോട്ട് പൈസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ആ ഒരു പരിപാടികൾ നിങ്ങളുടെ അടുത്തോട്ട് തന്നെ വരുന്നു. അതിപ്പോ നിങ്ങൾ വിചാരിക്കും വരാൻ വേറെ വഴിയൊന്നും ഇല്ലല്ലോ എന്നുള്ള കാര്യങ്ങളാണെങ്കിലും വരേണ്ടത് വരും. അത് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമില്ല. മനസ്സിലായോ? കാരണം ഇവിടെ ഒരു ധനസംബന്ധമായിട്ടുള്ള ഇടപാടുകൾ, കാരണം നിങ്ങൾക്ക് പോലും അറിയില്ല ഇതെങ്ങനെ വന്നു നിങ്ങളുടെ കയ്യിലെന്ന്. കാരണം നിങ്ങൾക്ക് ആ പൈസ കിട്ടിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ നടത്താനുണ്ട്, നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അത് കിട്ടിയായിരുന്നെങ്കിൽ ഇത് നടത്തായിരുന്നു, ഇത് കിട്ടിയായിരുന്നെങ്കിൽ മറ്റത് നടത്തായിരുന്നു, അവിടെ പോകാമായിരുന്നു, ഇവിടെ പോകാമായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് വെച്ചിട്ടുണ്ട്. അതിപ്പോ ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ഒരു വളരെ എന്താ പറയുക, വളരെ വേഗത്തിലും അല്ല വളരെ സ്ലോയിലും അല്ല. എന്നാൽ വളരെ സ്ലോ ആണെന്ന് ഒരിക്കലും പറയാനും പറ്റില്ല. അങ്ങനെയുള്ള രീതിയിൽ നിങ്ങളുടെ അടുത്തോട്ട് തന്നെയാണ് വരുന്നത്. അത് എങ്ങനെയാണ് ഏത് രീതിയിൽ ചെലവഴിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. അങ്ങനെയുള്ളൊരു കാര്യം കാണുന്നുണ്ട്. ഓക്കെ. പിന്നെയുള്ളൊരു പരിപാടി എന്ന് പറയുന്നത് കുടുംബത്തോടു കൂടിയുള്ള ഏതെങ്കിലും സ്ഥലങ്ങളിലോട്ടുള്ള ഒരു യാത്രയോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ ഒത്തുചേർന്നുള്ള എന്തെങ്കിലും ഒരു സംഭാഷണങ്ങളോ, ഇപ്പൊ ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിൽ അവരായിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ വീഡിയോ കോളിംഗ് അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ, കുടുംബത്തെ എല്ലാവരെയും കൂടി ഒന്ന് ഏകോപിപ്പിച്ച് നിർത്തുക. അതിൽ നിങ്ങൾ ഒരു പ്രാവീണ്യം നേടുന്ന ആളാണ്. ആ ഒരു കുടുംബം പോലെ അല്ലെങ്കിൽ സ്വന്തം കുടുംബം അല്ലെങ്കിലും കുടുംബം പോലെ കാണുന്ന ആളുകളുടെ അടുത്ത് അവരുടെ കൂടെയുള്ള ഒരു നിമിഷങ്ങൾ പങ്കുവെക്കുന്ന കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ട്. ഓക്കെ. ഒരു ഇത്രയും നാളും അനുഭവിച്ചതിനൊക്കെ ഒരു നീതിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ചിന്തിച്ച് പ്രവർത്തിക്കുക, എടുത്തു ചാടാതിരിക്കുക, ചിന്തിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക. കാര്യം അങ്ങനെയുള്ള പരിപാടികൾ വരുന്നുണ്ട്. അതിനുള്ള ഒരു ധൈര്യം നിങ്ങൾക്ക് ചില സമയത്ത് നിങ്ങൾ അപാര ധൈര്യമുള്ളവരായിരിക്കും. ചില സമയത്ത് നിങ്ങൾ എന്താ പറയുക, എത്രത്തോളം ചില കാര്യങ്ങളെ അല്ലെങ്കിൽ ചില വ്യക്തികളെ ആങ്സൈറ്റിയോടുകൂടി നോക്കാമോ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു വളരെ പേടിയോടുകൂടി ഒരു സിറ്റുവേഷൻ, ഒരു വ്യക്തി അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾ നോക്കാൻ പറ്റും, അത്രത്തോളം നിങ്ങൾക്ക് പേടിയുണ്ടാവും. ഒന്നല്ലെങ്കിൽ കുടുംബത്തിന്റെ കാര്യങ്ങളായിരിക്കാം, മക്കളുടെ കാര്യങ്ങൾ ആലോചിച്ചിട്ടായിരിക്കാം, എന്തൊക്കെയോ ധൈര്യങ്ങൾ ചോർന്നു പോകുന്നൊരു സമയം ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ അത് ഓവർ തിങ്കിങ് കൊണ്ടാണ്, അതിന്റെ ആവശ്യകതയില്ല. പിന്നെ എപ്പോഴും ഇവിടെ വരുന്നത് പോലെ ബ്ലാക്ക് മാജിക്കിന്റെ എഫക്റ്റും കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നോക്കി പരിഹരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാതെ ഇവിടെ നല്ല കാര്യങ്ങളാണ് കാണിക്കുന്നത്. കാരണം ഇപ്പോൾ ഒരു പുതിയൊരു ജീവിതത്തിന്റെ തുടക്കങ്ങളും പഴയ ഒരു കാര്യങ്ങൾക്കൊരു വിരാമങ്ങളും കാര്യങ്ങളും തന്നെയാണ് ഉള്ളത്. പക്ഷെ അത് എങ്ങനെ അത് വിനിയോഗിക്കണം, എങ്ങനെ അത് യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ഇതാണ്.
കാരണം യൂണിവേഴ്സ് ഒരിക്കലും സ്പൂൺ ഫീഡിങ് ചെയ്യില്ല. മനസ്സിലായോ? കാരണം ചില ആളുകൾക്ക് എപ്പോഴും നമ്മളിങ്ങനെ സ്പൂൺ ഫീഡിങ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ ആ സ്പൂൺ ഫീഡിങ് ചെയ്യില്ല. അതിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, എങ്ങനെ വിനിയോഗിക്കണം, ഇപ്പൊ പൈസയുടെ കാര്യമാണെന്നുണ്ടെങ്കിലും ഇപ്പൊ ഒരു വ്യക്തിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ചില തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കേണ്ട സാഹചര്യങ്ങൾ വരുന്നുണ്ട്, നിങ്ങൾ മാറേണ്ട സിറ്റുവേഷൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അവിടെ നിങ്ങൾ തന്നെ ചിന്തിച്ച് പ്രവർത്തിക്കുക. അങ്ങനെയുള്ള കേസുകൾ ഇവിടെ ഉണ്ട്. കാരണം അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വ്യക്തതയോടുകൂടി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെയായിരിക്കും ഒരു വിജയം. മനസ്സിലായോ? അതാണ് അതിൻ്റെ അകത്തുള്ള ഒരു പോയിന്റ്. കാരണം ചില സമയത്ത് ഒരു എടുത്തുചാട്ടം, ഒരു ആങ്സൈറ്റിയുടെ പുറത്തുള്ള പരിപാടികൾ അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. ഓവർ തിങ്കിങ്ങിന്റെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റുക. ആ ഒരു പരിപാടികളൊക്കെ ഒന്ന് മാറ്റി ചിന്തിച്ച് കാര്യങ്ങളിലോട്ട് പോവുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിജയം എന്ന് പറയുന്ന കാര്യം നിങ്ങളുടെ അടുത്തോട്ട് വരും. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്നും റെസണേറ്റ് ആയില്ല, ഒന്നും കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.